നോക്കൂ, കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയുണ്ട്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും വിദേശകാര്യ വകുപ്പിൻ്റെയും എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും വിദേശകാര്യ വകുപ്പിൻ്റെയും അനുമതിയുടെ ആവശ്യം? കേരളത്തിലെ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര വ്യക്തിപരമായെങ്കിലോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വിദേശയാത്രയെങ്കിലോ അത് വിദേശ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ പോകാനാകില്ല എന്നുള്ളതാണ്. അപ്പോൾ വിദേശ വകുപ്പിൻ്റെ അനുമതി ഇല്ലാതെ നേരത്തെ പല യാത്രകളും ഔദ്യോഗിക യാത്രകളും മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുകയോ വേണ്ടി വന്നിട്ടുണ്ട്. ഈ വിദേശയാത്രയ്ക്ക്, അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എനിക്ക് വിദേശയാത്ര വേണം എന്നുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന വിദേശകാര്യ വകുപ്പ് അംഗീകരിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ്. ഖജനാവിൽ നിന്ന് ഒരൊറ്റ പൈസ എടുക്കുന്നില്ല എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് ഈ സമയത്ത് ഒരാൾക്ക് അവധിക്ക് പോകാൻ കഴിയുന്നു, മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾക്ക് അവധിക്ക് പോകാൻ കഴിയുന്നു എന്നുള്ള ചോദ്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് ഏറ്റവും ഉചിതമായ സമയം ഇതാണ് എന്ന നിലയിലാണ് ഒരു വ്യക്തിപരമായ അവധി ആഘോഷത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നത്. പിന്നെ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ താലൂക്ക് മേഖല അദാലത്തുകൾ, നവകേരള യാത്ര, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫയലുകളുടെ മേലുള്ള ഭരണപരമായിട്ടുള്ള തീരുമാനം, പിന്നെ വരുന്നത് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പല്ലല്ലോ. രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണയവും സീറ്റ് വിഭജനവുമായിട്ടുള്ള ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പോളിംഗ് വരുന്നത്. അതിനുശേഷമുള്ള ഈ ഇത്രയും നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന ദിവസങ്ങളിൽ ഒരു അവധിക്ക് പോകുന്നു എന്നുള്ളതാണ്. നോക്കൂ, പ്രളയഘട്ടത്തിൽ മുമ്പ് ഓർക്കുക, നമ്മുടെ മറവി അത്ര ചുരുങ്ങിപ്പോകാൻ പാടില്ല. പ്രളയഘട്ടത്തിൽ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്താനിരുന്നതാണ്. എന്തിനാണെന്നറിയാമോ? ചികിത്സയ്ക്ക് വേണ്ടി വിദേശയാത്ര നടത്താനിരുന്നതാണ്. ആ ചികിത്സ മാറ്റിവെച്ച് പ്രളയകാലത്ത് ഈ സംസ്ഥാനത്ത് തുടർന്ന മുഖ്യമന്ത്രി പിന്നീട് പ്രളയം ഏതാണ്ട് അതിജീവിച്ചു എന്നുള്ള ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് അദ്ദേഹം പോയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പിന്നെ ഈ വിദേശയാത്ര നടത്തുന്നത് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഈ കാളക്ക് ഇത് കിട്ടിയ പോലെയാണ്. അതായത് വിദേശയാത്ര നടത്തുന്നത് എന്തോ ഒരു ദുഷ്ചെലവാണ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. മലയാളി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു. മുൻകാലങ്ങളിൽ ഈ സംസ്ഥാനത്തെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ചാർജ് മറ്റൊരാൾക്ക് കൈമാറി വിദേശയാത്രയ്ക്ക് പോകുമ്പോൾ, അത് ചികിത്സക്കായാലും മറ്റ് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾക്കായാലും വിദേശത്ത് പോകുമ്പോൾ ചാർജ് കൈമാറുന്നതിൻ്റെ കാര്യം എന്താണ്? ഫയൽ നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അങ്ങനെയല്ല, ഫയൽ നോക്കാൻ കഴിയും വിദേശത്തെവിടെയും. ഇത് പിണറായി വിജയൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇനി മുൻകാലങ്ങളിൽ ആരൊക്കെയാണ് വിദേശയാത്രയ്ക്ക് പോയിട്ടുള്ളത് എന്ന് നോക്കാം. കഴിഞ്ഞ സർക്കാർ, അതായത് പിണറായി വിജയന് മുമ്പുള്ള സർക്കാർ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ. ഉമ്മൻചാണ്ടി 6 വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഔദ്യോഗിക യാത്ര 3, സ്വകാര്യ യാത്ര 3. പി കെ അബ്ദുറബ്ബ് 9 വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഔദ്യോഗിക യാത്ര 1, സ്വകാര്യ യാത്ര 8. അടൂർ പ്രകാശ് 11 വിദേശയാത്ര നടത്തിയിട്ടുണ്ട്. ഔദ്യോഗിക യാത്ര 8, സ്വകാര്യ യാത്ര 3. കെ പി അനിൽകുമാർ 21, ഔദ്യോഗിക യാത്ര 16, സ്വകാര്യ യാത്ര 5. വി കെ ഇബ്രാഹിം കുഞ്ഞ് 13, ഔദ്യോഗിക യാത്ര 3, സ്വകാര്യ യാത്ര 10. കെ സി ജോസഫ് 20, ഔദ്യോഗിക യാത്ര 20, സ്വകാര്യ യാത്ര 0. പി കെ കുഞ്ഞാലിക്കുട്ടി 25, ഔദ്യോഗിക യാത്ര 7, സ്വകാര്യ യാത്ര 18. കെ എം മാണി 7, ഔദ്യോഗിക യാത്ര 2, സ്വകാര്യ യാത്ര 5. കെ പി മോഹനൻ, പിന്നെ എം കെ മുനീറാണ് ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തുന്നത്, 32. ഔദ്യോഗിക യാത്ര 5, സ്വകാര്യ യാത്ര 27. ഷിബു ബേബി ജോൺ തൊട്ടടുത്തുണ്ട്, 27 ആകെയുള്ള യാത്രകൾ. ഔദ്യോഗിക യാത്ര 12, സ്വകാര്യ യാത്ര 15. ഇങ്ങനെ പോകുന്നു. ഇതൊന്നും നോക്കുക, അമിതമായ വിദേശയാത്രകൾ, സ്വകാര്യ യാത്രകൾ കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. പക്ഷേ നോക്കൂ, രാഷ്ട്രീയക്കാരൊക്കെ തന്നെയും കുറേയൊക്കെ പുറത്തെന്താണ് നടക്കുന്നത്. മുൻകാലങ്ങളിൽ എ കെ ആൻ്റണി വിദേശയാത്ര നടത്തില്ലായിരുന്നു. അതിനെ പ്രകീർത്തിക്കാൻ മാധ്യമങ്ങളുണ്ടായിരുന്നു. അതാണ് ശരിയായ രീതിയിലുള്ള ഭരണനിർവഹണം. പിന്നെ സ്വന്തം ആഫീസിൽ വരുന്നവർക്ക് ചായ കൊടുക്കാതെ ഈ പറയുന്ന ചെലവുകൾ പിടിച്ചു വെക്കുക, അതാണ് ശരിയായ രീതിയിലുള്ള ഭരണനിർവഹണം എന്നൊക്കെ പറയുന്ന ഒരു പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ലോകം മാറിയിരിക്കുന്നു. ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണണം. അത് ഔദ്യോഗിക യാത്രകളിലൂടെ ആയാലും സ്വകാര്യ യാത്രകളിലൂടെ ആയാലും. ഒരു വിദേശയാത്ര നടത്തുമ്പോൾ എങ്ങനെയാണ് നമ്മളുടെ മനസ്ഥിതി മാറുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവങ്ങളിലുണ്ടല്ലോ. അപ്പോൾ ആ നിലയിൽ വിദേശയാത്രക്കെതിരായിട്ടുള്ള ഒരു അപകീർത്തികരമായിട്ടുള്ള, ഈ പറയുന്ന പോലെ പശു ആലയിൽ നിന്ന് അഴിച്ചുവിടുന്നത് പോലെ, അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള കാര്യം. ഇതേ കെ സുധാകരൻ തന്നെയാണ് വിദേശയാത്രക്ക് നടത്തിയിട്ട് ലിമോസിൻ കാറിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ സ്വന്തം കാര്യത്തിൽ അത്തരം കാര്യങ്ങളാകാമെന്നും മറ്റുള്ളവർക്ക് അത് പാടില്ല എന്നും. ലിമോസിൻ കാറിലൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ പിണറായി വിജയൻ പോവുക. മാത്രമല്ല, ഈ പറയുന്ന ഇന്തോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്കുള്ള യാത്രാ ചെലവ് നമുക്കറിയാവുന്നതാണ്. സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ യു എയിൽ സ്വന്തം മകൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനൊക്കെയുള്ള യാത്രാ ചെലവൊക്കെ തന്നെയും പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയ വിദ്വേഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ നല്ല രീതിയല്ല. മാത്രമല്ല, ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ
ഈ രാഷ്ട്രീയത്തിലേക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വരുന്നതിന് പ്രധാനപ്പെട്ട തടസ്സമാവും എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞുകൂടാ എങ്കിൽ പോലും ഞാൻ പറയാം, ഒന്നാം നിര, രണ്ടാം നിര, മൂന്നാം നിര നേതൃത്വം, അതായത് സ്റ്റുഡൻറ് ലീഡർഷിപ്പിലെ ഒന്നാം നിര, രണ്ടാം നിര, മൂന്നാം നിര ലീഡർഷിപ്പ് ഒന്നും യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിലില്ല. അവരൊക്കെ തന്നെയും വ്യത്യസ്ത മേഖലകൾ കണ്ടെത്തി പോയിരിക്കുന്നു. മുള കുഴിച്ചിടാൻ പോലും അനുവദിക്കാത്ത ആളുകളാണ് പിൽക്കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പം രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തോ ഒരു പ്രാകൃതമായ സംവിധാനമാണെന്നും നിങ്ങൾക്ക് വിദേശയാത്ര നടത്താൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നും അതിനകത്ത് ചവിട്ടും കുത്തും തൊഴിക്കലും ഒക്കെയാണ് എന്നും ഒക്കെ കരുതുന്ന രീതിയിലേക്ക് ഈ ചിത്രത്തെ മാറ്റിമറിക്കുന്നത് ഗുണകരമല്ല. Meet the editors.